കുട്ടി സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. നിഗൂഢതകൾ നിറഞ്ഞ ഇത്തരം കഥകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കഥകൾ കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പുനർജന്മത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ പുനർജന്മത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കണേ. ഇന്ത്യയിൽ തന്നെ നടന്ന അവിശ്വസനീയമായ ഒരു പുനർജന്മത്തിൻ്റെ കഥയാണിത്. ശാന്തി ദേവിയുടെ കഥ. 1926 ഡിസംബർ 11 ഡൽഹിയിൽ ഒരു പെൺകുഞ്ഞു ജനിച്ചു. പേര് ശാന്തി ദേവി. ശാന്തി ദേവി വളർന്നു. പിന്നീടാണ് സംഭവങ്ങളുടെ തുടക്കം. ഒരു ദിവസം അവൾ തൻ്റെ മുൻകാല ജീവിതത്തെക്കുറിച്ച്, അതായത് തൻ്റെ പൂർവജന്മത്തിലെ സംഭവങ്ങളെക്കുറിച്ചെല്ലാം തനിക്ക് ഓർമ്മ വരുന്നതായി പറയുന്നു. പൂർവജന്മത്തിൽ തൻ്റെ പേര് ലുഡ്കി ദേവി എന്നായിരുന്നുവെന്നും ഭർത്താവിൻ്റെ പേര് കേദാർനാഥ് എന്നാണെന്നും അവർ വെളിപ്പെടുത്തുന്നു. ഈ സംഭവം അക്കാലത്ത് ഇന്ത്യയിൽ തന്നെ വിവാദമാവുകയും അതൊരു ഗവേഷണ വിഷയം തന്നെയായി മാറുകയും ചെയ്തു. നിരവധി രാഷ്ട്രീയ സംഘടനകൾ അവരെ അനുകൂലിച്ചും പ്രതികൂലിച്ചും രംഗത്തെത്തി. ശാന്തി ദേവിക്ക് 11 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് ഈ സംഭവങ്ങൾ അരങ്ങേറുന്നത്. 1935 ഒരു കമ്മീഷൻ അവളുടെ അവകാശവാദങ്ങളെ പിന്തുണയ്ക്കുകയും ഇതേപ്പറ്റി വിശദമായ അന്വേഷണം നടത്താൻ തയ്യാറാവുകയും ചെയ്തു. പിന്നീട് നടന്ന സംഭവങ്ങൾ ആരെയും ഞെട്ടിക്കുന്നതായിരുന്നു. ശാന്തി ദേവി കമ്മീഷനോടൊപ്പം തൻ്റെ മുൻജന്മ സ്ഥലമായ മധുരയിലെ ഗൃഹത്തിലെത്തുകയും അവിടെയുള്ള അവളുടെ മുത്തച്ഛൻ ഉൾപ്പെടെയുള്ള നിരവധി കുടുംബാംഗങ്ങളെ തിരിച്ചറിയുകയും ചെയ്തു. മരണക്കിടക്കയിൽ വെച്ച് ലുഡ്കി ദേവിക്ക് നൽകിയ വാഗ്ദാനങ്ങളെക്കുറിച്ച് പോലും ശാന്തി ദേവി സംസാരിച്ചത് ഏവരെയും അമ്പരപ്പിച്ചു. തുടർന്ന് മാതാപിതാക്കളോടൊപ്പം ശാന്തി ദേവി വീട്ടിലേക്ക് യാത്രയായി. 1936 അന്വേഷണ കമ്മീഷൻ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ ശാന്തി ദേവി യഥാർത്ഥത്തിൽ ലുഡ്കി ദേവിയുടെ പുനർജന്മമാണെന്ന നിഗമനത്തിൽ അവർ എത്തിച്ചേർന്നു. അവൾ വളർന്നു യുവതിയായി. ശാന്തി ദേവി അവിവാഹിതയായിരുന്നു. 1950കളുടെ അവസാനത്തിൽ അവൾ വീണ്ടും തൻ്റെ മുൻജന്മ കഥ പറഞ്ഞു. 1987 നടന്ന അവരുടെ അവസാനത്തെ അഭിമുഖത്തിൽ ലുഡ്കി ദേവി മരിച്ചപ്പോഴുള്ള മരണാനുഭവങ്ങൾ വരെ അവർ വിവരിച്ചു. 1987 ഡിസംബർ 27 ശാന്തി ദേവി അന്തരിച്ചു. ഏതായാലും ഇത് ഇന്നും ഒരു അത്ഭുതപ്പെടുത്തുന്ന സംഭവമായി തുടരുകയാണ്. ഇവരെക്കുറിച്ച് നിരവധി പുസ്തകങ്ങളും അക്കാലത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി 1950കളിൽ തുർക്കിയിൽ നടന്ന മറ്റൊരു സംഭവം പറയാം. തുർക്കിയിലെ കരൺഫിൽ എന്ന സ്ഥലം. മേരി എന്ന സ്ത്രീ പ്രസവത്തിനായി ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്നു. അന്ന് രാത്രി മേരി ഭയാനകമായൊരു സ്വപ്നം കാണുന്നു. മുഖം മുഴുവനും രക്തത്തിൽ കുളിച്ച ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ്റെ മുഖം അവൾക്ക് മറക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. ഏതായാലും അന്ന് രാത്രി അവൾ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. സെമിത്ത് എന്നു പേരുള്ള അവൻ സംസാരിക്കാൻ തുടങ്ങിയതേ മേരി ഞെട്ടി. താൻ അടുത്ത ഗ്രാമത്തിലെ ബ്ലെസ്സിയുടെ പുനർജന്മമാണെന്നും അയൽവാസിയാണ് തന്നെ കൊലപ്പെടുത്തിയതെന്നും അവൻ പറഞ്ഞു. തൻ്റെ 6ാമത്തെ വയസ്സിൽ സെമിത്ത് തനിയെ അടുത്ത ഗ്രാമത്തിലേക്ക് പോവുകയും അവിടെ മരിച്ചുപോയ ബ്ലെസ്സിയുടെ വിധവയുമായി സംസാരിക്കുകയും ചെയ്തു. അവരുടെ ജീവിതം വളരെ വിശദമായി തന്നെ വിശദീകരിക്കുവാൻ ആ കുട്ടിക്ക് കഴിഞ്ഞു എന്നത് അവരെ അത്ഭുതപ്പെടുത്തി. അയൽവാസിയുടെ പറമ്പിൽ തൻ്റെ കഴുതയെ മേയിച്ചതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിലാണ് താൻ മരണപ്പെട്ടതെന്നും അയാളുടെ തോക്കുപയോഗിച്ചാണ് തന്നെ വെടിവെച്ച് കൊന്നതെന്നും സെമിത്ത് വായിച്ചു. തൻ്റെ മുഖത്തും കഴുത്തിലും അയാൾ ക്രൂരമായി പരിക്കേൽപ്പിച്ചെന്നും സെമിത്ത് പറഞ്ഞു. ആ കുട്ടിയുടെ വിശദീകരണങ്ങൾ നാട്ടുകാരെയും പോലീസിനെയും അമ്പരപ്പിച്ചു. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ സെമിത്ത് പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് തെളിഞ്ഞു. അയൽവാസി ശിക്ഷിക്കപ്പെട്ടു. സെമിത്ത് മാതാപിതാക്കളോടൊപ്പം മടങ്ങിപ്പോയി.
ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ചിന്തകൾക്കും ബുദ്ധിക്കും നിർവചിക്കാൻ പറ്റാത്ത വിധം നടക്കുന്നുണ്ട്. കഥകൾ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത കഥയുമായി വരും വരെ ബൈ.